നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല. കേസ് റദ്ദാക്കി ഹൈക്കോടതി. 2013 വഖഫ് ഭേദഗതിക്ക് മുമ്പ് തന്നെ ഭൂമി കൈവശക്കാരുടെ പക്കലാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MT പത്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിൽ വച്ചായിരുന്നു അന്ത്യം. മൃതദേഹം ബുധനാഴ്ച കോഴിക്കോട് എത്തിക്കും. ചേലക്കരയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തിയ 25 ലക്ഷം രൂപ പിടികൂടി. ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നുമാണ് പണം കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കുളപ്പുള്ളി സ്വദേശികളെ പോലീസ് പിടികൂടി. ചേലക്കരയിൽ പിടികൂടിയ കള്ളപ്പണം CPM-ന്റെ പണമെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ അനിൽ അക്കര. CPM-ന് വേണ്ടിയാണ് ചെറുതുരുത്തിയിൽ പണം എത്തിച്ചത്. ഇതിന് ചുക്കാൻ പിടിച്ചത് MR മുരളിയാണെന്നും അനിൽ അക്കര മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മികച്ച സ്കൂളിന്റെ പേരിലുള്ള തർക്കമാണ് അവിടെ ഉയർന്നതെന്ന് മന്ത്രി. സ്കൂളിന്റെ പ്രതിനിധികളെ വിളിച്ച് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അത് ചെവിക്കൊള്ളാൻ അവർ തയ്യാറായില്ലെന്നും മേള അലങ്കോലപ്പെടുത്താനാണ് അവർ ശ്രമിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ബിരിയാണി ചലഞ്ചിന്റെ മറവിൽ തട്ടിപ്പ്. വയനാടിനെ സഹായിക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി 1.25 ലക്ഷം രൂപ തട്ടിയെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 3 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാനാണ് തണൽ ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത്. ജീവിതത്തിൽ ആദ്യമായാണ് സസ്പെൻഷൻ കിട്ടുന്നതെന്ന് പ്രശാന്ത് IAS. എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കാൻ തനിക്കറിയില്ല. അങ്ങനെ ആരും ഭരണഘടനയിൽ പറഞ്ഞിട്ടുമില്ല. ഞാൻ ഒരു ഭരണഘടനയും ലംഘിച്ചിട്ടില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി. ആനിമൽ കീപ്പറെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ആനിമൽ കീപ്പറായ അമൽ രാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാണാതായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് സുവോളജിക്കൽ പാർക്കിലെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. തെലുങ്കർക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ ഒളിവിൽ പോയ നടി കസ്തൂരി ശങ്കർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ. വിവാദവുമായി ബന്ധപ്പെട്ട് നടിക്കെതിരെ വിവിധ സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. നടൻ ഷാറുഖ് ഖാനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അഭിഭാഷകൻ അറസ്റ്റിൽ. ഛത്തീസ്ഗഡ് സ്വദേശിയായ മുഹമ്മദ് ഫൈസൽ ഖാനെയാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. 50 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഷാറുഖ് ഖാനെ വധിക്കുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്.